بسم الله الرحمن الرحيم يوفيهم الله دينهم يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين الخبيثات الله هو الحق المبين الخبيثات للخبيثين والخبيثون للخبيثات الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم യൗമ ഇതിൻ ആ തൻവീൻ എന്താ ചെയ്യേണ്ടത്? യാലേക്ക് ഇദ്ഗാം ചെയ്യണം അല്ലേ? പിന്നെ അപ്പോൾ ഓതണ്ടി യൗമ ഇതിയു. പിന്നെ യുവഫി എന്നുള്ള യാ രണ്ട് കതിർ നീട്ടിയാൽ മതി. യുവഫിഹി ഹാ ശ്രദ്ധിക്കാനുള്ള കെസ്റാണ്. ഹിമുല്ലാഹു. പിന്നെ ദീനഹും അവിടെ അതേപോലെ തന്നെ രണ്ട് കതിർ. അള്ളാഹു എന്നുള്ള കൂട്ടി ഓതുമ്പം എന്തുണ്ടാവില്ല? വസിലിൻ്റെ അംസയാണ്, ഉച്ചാരണം ഉണ്ടാവില്ല. അൽ ഹക്ക് അവിടെയും അതേപോലെ തന്നെ ദീനഹുമുൽ ഹക്ക് വസിലിൻ്റെ അംസയാണ്, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വയഅലമൂന അ ഉച്ചരിക്കണം, ഖത്തഇൻ്റെ അംസയാണ്. നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്ത് പറയണം. അന്നല്ലാഹ അലിഫിന് എന്തുണ്ടാവില്ല? അള്ളാഹുവിലെ ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. ഹുവൽ ഹക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടി ഓതുമ്പോൾ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അൽ ഹക്കുൽ മുബീൻ അവിടെയും ആ വസിലിൻ്റെ അംസ വന്നിട്ടുണ്ട്. പിന്നെ അൽ ഖബീസാത്തു അവിടെ എന്തുകൊണ്ടാണ് അവിടെ അൽ എന്ന് ഉച്ചരിക്കേണ്ടത്? വസിലിൻ്റെ അംസയല്ലേ, തുടക്കമായതുകൊണ്ടാണ്. ഇനി കൂട്ടി ഓതാണെങ്കിൽ എങ്ങനെ ഓതും? ഹുവൽ ഹക്കുൽ മുബീനുൽ ഖബീസാത്തു. പക്ഷെ അത്തരം രംഗത്ത് കൂട്ടി ഓതാതിരിക്കലാണ് ഉത്തമം എന്നാ, കാരണം ആശയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അൽ ഖബീസാത്തു അവിടെ അലിഫ് ഉച്ചരിക്കണം, കാരണം കൂട്ടി ഓതുന്നതുകൊണ്ട് വസിലിൻ്റെ അംസയാണെങ്കിലും. പിന്നെ യാ രണ്ട് കതിർ, സാ എന്നുള്ള രണ്ട് കതിർ. ലിൽ ഖബീസീന അവിടെയൊക്കെ രണ്ട് കതിർ. പിന്നെ വൽ ഖബീസൂന അവിടെയൊക്കെ യാവും വാവൊക്കെ രണ്ട് കതിർ, അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, പിന്നെ വസിൻ്റെ അംസയാണ്. ലിൽ ഖബീസാത്ത് അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലിൽ ഖബീസാത്ത് നാല് കതിരെങ്കിലും നീട്ടണം. പിന്നെ കൂട്ടി ഓതലാണ് അവിടെ ഉത്തമം. സ്വലാന്നുണ്ടാവില്ല അതിൻ്റെ മുകളിൽ. അൽ വസ്ലു ഔല എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടി ഓതലാണ് ഉത്തമം. അപ്പോൾ ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു എന്ന ഓതലാണ് ഉത്തമം എന്നർത്ഥം. പിന്നെ വത്തയ്യിബാത്തു അവിടെയും വാവിൻ്റെ ശേഷമുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ബാ രണ്ട് കതിറാണ് നീട്ടേണ്ടത്. ലിത്തൊയ്യിബീന അവിടെയൊക്കെ അതേപോലെ തന്നെ രണ്ട് കതിറാണ് നീട്ടേണ്ടത്. വത്തൊയ്യിബൂന അവിടെയും അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, പിന്നെ വാവ് രണ്ട് കതിറാണ് നീട്ടേണ്ടത്.
ലിത്തൊയ്യിബാത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം എങ്ങനെ ഓതണം? ലിത്തൊയ്യിബാത്ത് 4 കതിരെങ്കിലും നീട്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ ഉലായിക്ക അവിടെ ഉവുലായിക്ക എന്ന് എഴുതിയില്ലേ ഖുറാനിൽ? വാവിൻ്റെ മുകളിൽ സാക്കിനായി പിന്നെ റൗണ്ട് അബൌട്ടുള്ള സുക്കൂൻ വന്നാൽ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? ഉലാ ലാ എത്ര നീട്ടണം? 4 to 6 വരെ. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. മദ് മുത്തസിലിൻ്റെ ഹുക്മ് 6 കതിർ വരെ നീട്ടൽ, 4 മുതൽ 6 കതിർ വരെ നീട്ടൽ നിർബന്ധമാണ്. 5 വരെ എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ മുബറഊന അവിടേക്ക് 2 കതിർ. മിമ്മ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്ത് പറയണം. യക്കൂലൂൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഓതണം? യക്കൂലൂൻ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണില്ല, സ്റ്റോപ്പ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? മിമ്മ യഖൂലൂന ലഹും മഗ്ഫിറത്ത്. ലഹും എന്നില്ല എന്ത് ചെയ്യണം? അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. പിന്നെ തുൻ എന്നുള്ളതോ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. റിദ്ഖുൻ എന്നുള്ള ലൊമ്മ തൻവീനോ യഖ്ഫാ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ തൻവീന് ഇദ്ഗാം, റിദ്ഖുൻ എന്നുള്ളിടത്ത് യഖ്ഫാ, കരീം എന്നുള്ളിടത്തോ സ്റ്റോപ്പ് ചെയ്യണതുകൊണ്ട് 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. എന്തെങ്കിലും തജ്വീദ് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടായിൽ ഞാൻ വേഗം പറഞ്ഞു. ഇത് എന്നും പറയുന്നതുകൊണ്ടാണ്. ഇതുണ്ടാവും ആർക്കെങ്കിലും? പിന്നെ വാവിൻ്റെ മുകളിലുള്ള മുദവറായ സുക്കൂനും നിങ്ങൾ പറഞ്ഞേ. വാവ് യാ അതിൻ്റെ മുകളിൽ മുദവറായ സുക്കൂന് വന്നാൽ ആ അക്ഷരത്തിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. ആ അക്ഷരത്തിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ജമ്മു പറഞ്ഞ ഇവിടെ അല്ല, അത് ഫീലിലാണ് ജമ്മിൻ്റെ. അപ്പോൾ ഉദാഹരണമായിട്ട് ആമനു എഴുതുമ്പോൾ ആമനു കഫറു എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ ജമ്മിൻ്റെ അലാമത്താണ് ഈ വാവ്. ഇതല്ല, ഇതങ്ങനെ വരുന്നതല്ല. ഇസ്മിൻ്റെ കൂടെ വരുമ്പോൾ ജമ്മിൻ്റെ അലാമത്തല്ല, ഫിഅലിൻ്റെ കൂടെ വരുമ്പോൾ എന്താണ്? ജമ്മിൻ്റെ അലാമത്താവും. പിന്നെ ഫീലിൻ്റെ കൂടെ വരുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല. ഇസ്മിൻ്റെ കൂടെ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ആമനു ഇവിടെ ഉണ്ടോക്കിയാണ് ഖുർആനിൽ ഉണ്ടാവില്ല. കഫറു അവിടെ ഏത്? അതുകൊണ്ടല്ല ആ വാവ് എന്നത്. ആ പദമൊക്കെ ജമ്മന്നെയാണ്. ഉലായിക്ക അതിൻ്റെ സിംഗുലർ എന്താ? അല്ലതി അല്ലത്തിയൊക്കെ അല്ലേ? അതിൻ്റെ ബഹുവചനാണിത്. ഉലായി എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ല അത് വന്നിട്ടുള്ളത് എന്നർത്ഥം. പിന്നെ വേറെന്തെങ്കിലും വേറെന്തുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞോളി. യൗമ ഇതിൻ അന്നേ ദിവസം, യുവഫീഹിം അവൻ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും, പൂർണ്ണമായി നൽകും. അല്ലാഹു നൽകും. ദീനഹും അവരുടെ, ദീന് പറഞ്ഞാൽ പ്രതിഫലം, ദീന് പ്രതിഫലം, അൽ ഹഖ് യഥാർത്ഥമായ അവരുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും, പരിപൂർണമായി നൽകും. വയഅലമൂന അവർ അറിയുകയും ചെയ്യും. അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ അത് വ്യക്തമായ യാഥാർത്ഥ്യം തന്നെയാണ്, സത്യം തന്നെയാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പം യൗമ ഇതിൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അന്നേ ദിവസം. എന്നേ ദിവസം? ഖിയാമത്ത് നാൾ തന്നെ. ഇവിടെ ഇപ്പം അന്നേ ദിവസം എന്ന് പറയണമെങ്കിൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ.
എന്താണ് ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? മനുഷ്യന്റെ അവയവങ്ങൾ സാക്ഷി നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞില്ലേ? യൗമ തശ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞല്ലോ. അവരുടെ അവയവങ്ങൾ, കാലും നാവും പിന്നെ കയ്യുമൊക്കെ സാക്ഷി നിൽക്കും അവർക്കെതിരായി എന്ന് പറഞ്ഞല്ലോ. അന്നേ ദിവസം, അതാണ് യൗമ ഇദിൻ. ആ സാക്ഷി നിൽക്കുന്ന, സാക്ഷി പറയുന്ന ആ ദിവസം അഥവാ ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമ, അന്നത്തെ ദിവസം. യുവഫീഹിം, വഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? വഫ, ഉള്ളത് പോലെ പരിപൂർണമായിട്ട് നൽകണതിനാണ് എന്തു പറയാ? വഫ എന്ന ആ പദം ഉപയോഗിക്കുന്നത്. വഫ, പരിപൂർണമായി നൽകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് നൽകും, പക്ഷേ ആ നൽകുന്ന ഞാൻ, നൽകപ്പെടുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവകാശം കിട്ടിക്കോളുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു 10% പിടിച്ചു വച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നൽകലൊക്കെ അങ്ങനെ. എന്താ പറഞ്ഞു? എന്തെങ്കിലും ഒരു 2% അതിലേക്ക്, അല്ലെങ്കിൽ ഒരു 8%, ഒരു 40 ഇതിലേക്ക് പൂർണ്ണമായി നമ്മൾ നൽകൂല. മനുഷ്യൻ്റെ എല്ലായിടത്തുള്ള കഥ അതാ അല്ലേ? മനുഷ്യന്മാരെ മൊത്തത്തിലുള്ള സംഗതി അങ്ങനെ, ആ ക്രയവിക്രയങ്ങളൊക്കെ അങ്ങനെയൊക്കെ. അതിനെന്ത് പറയില്ല? വഫ യുവഫി എന്ന പദപ്രയോഗം ഉപയോഗിക്കില്ല. ഉള്ളത്, അർഹപ്പെട്ടവർക്ക് ഉള്ളതുപോലെ നൽകണേനാണ് വഫ എന്ന് പറയുന്നത്. അതാർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് തന്നെ കഴിയുള്ളൂ, മനുഷ്യർക്ക് കഴിയില്ല. മനുഷ്യർക്ക് 100% ഒപ്പിക്കാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു തകരാറുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ കൊടുത്താൽ തന്നെ മനസ്സിലുണ്ടാവും ഒരു പിടിവലി അല്ലേ? അതോടുകൂടി ആ 100% കോട്ടം പറ്റി. ഒന്നും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ 100 ദീനാർ തരാണ്ട് 100 ദീനാർ തന്നു, അതിലിപ്പോൾ കൊടുക്കണമല്ലോ, ഭണ്ടാറടക്കാന്നറിയാം നമ്മളെ നാട്ടിൽ അങ്ങനെ പറയല് അല്ലേ? എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പോൾ ആ മനസ്സിന് ആ 100-ന് എന്തായി? കോട്ടം പറ്റി. 100 കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അതിന് കോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പദപ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം. വഫ യുവഫി. ഹും എന്നുള്ളത് മറ്റൊരു പ്രയോഗമാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ. ആരാണത് അവരെന്ന് അറിയണത്? ഈ ആരോപണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വിഷയമല്ലേ? അങ്ങനെ പിന്നെ മൊഹ്സനാത്തുകളെ പിന്നെ ആരോപണം പറഞ്ഞ ആളുകളില്ലേ? അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ യുവഫീഹിം, യുവഫീഹിമുല്ലാ, അള്ളാഹു അവർക്ക് പരിപൂർണമായി നൽകും. പിന്നെ പറയാം ദീന്. ദീന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥമുള്ളത് ദീനിന്? ഒന്ന്, മനുഷ്യർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി അള്ളാഹു കൊടുത്ത രീതിശാസ്ത്രത്തിന് എന്ത് പറയും? ദീനും. അതാണ് മൻഹജ് അറിയും നമ്മൾ, മൻഹജ്. അപ്പോൾ ഒരർത്ഥം ദീനിൻ്റെ മൻഹജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സന്മാർഗത്തിന് വേണ്ടി കൊടുത്ത ആ രീതിശാസ്ത്രം, വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എന്ന് പറയുന്ന അതാണ് ദീന്, ഒരർത്ഥം. രണ്ടാമത്തത് പുനരുത്ഥാന നാൾ, യൗമുൽ ഖിയാമക്ക് എന്തു പറയും? ദീന് എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരർത്ഥം പ്രതിഫലം. അപ്പോൾ ആ എന്തേ അള്ളാഹു താല ജസാ എന്ന് ഉപയോഗിക്കാതെ പ്രതിഫലത്തിന് ജസാ ഉപയോഗിച്ചാൽ പോരെ? പക്ഷേ ഖുർആനിലധികം ഉപയോഗിച്ച ദീന് എന്നുള്ള പദപ്രയോഗമാണ്. അവിടെ ഒരു സൂത്രമുണ്ട്. സാധാരണ ഒരാൾക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ ചിലപ്പം അതിലൊരു ഏകപക്ഷീയത ഉണ്ടാവും. എന്തെങ്കിലും ഒരു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ യുവഫി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ദീനിലും ആ ഒരു ആശയം ഉണ്ട് എന്നാണ് പറഞ്ഞാൽ ഏകപക്ഷീയമായിരിക്കൂല. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ആളുകളാണെന്നൊക്കെ തോന്നൂലേ? ഞാൻ ഇപ്പോൾ കൊടുക്കുമ്പോൾ എന്താ, എൻ്റെ ആളുകൾക്ക് അതാദ്യം കൊടുക്കുക, മറ്റവനക്ക് പിന്നെ കൊടുക്കുക, മറ്റവർക്ക് കുറച്ച് കൊടുക്കുക. അങ്ങനെയല്ല. അതിനെന്ത് പറയില്ല? അത്തരം പ്രതിഫലം കൊടുക്കണതിനെന്ത് പറയില്ല? ദീനെന്ന് പറയില്ല എന്നാ, ജസാ എന്നതിന് പറയുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനഹുമുൽ ഹക്ക്, ഹക്ക് എന്നറിയാൻ എന്താ കാരണം? ജസാ ബിൽ ഹക്ക് എന്നാ. എന്തുകൊണ്ടാണ് ദീന അവർക്ക് പിന്നെ ഹക്കായ പ്രതിഫലം നൽകും എന്നൊക്കെ പറയുന്നതാണ്. എന്താ ഈ ഹക്ക്? ഹക്ക് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
അത് അവർക്ക് അർഹപ്പെട്ടതാണ്. കാരണം എന്താ? ജീവിതത്തിൽ അവരുടെ ഭാഗത്തു നിന്നൊരു പക്ഷാതാപം പോലും വന്നിട്ടില്ല. ഒരു പക്ഷാതാപം പോലും വരാത്തത് കൊണ്ട് അവർക്ക് സ്ഥിരപ്പെട്ടതാണ്, അർഹപ്പെട്ടതാണ് ആ പ്രതിഫലം. അതുകൊണ്ടാണ് ദീനഹുമുൽ ഹക്ക് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അവർക്ക് അർഹപ്പെട്ട, അവരിൽ നിന്നൊരു പക്ഷാതാപം പോലും വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആ പക്ഷാതാപം മൂലം ഒരു ഈമാനിൻ്റെ പുതുക്കൽ പോലും വന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ആ പ്രതിഫലത്തിനാണ് ദീനഹുമുൽ ഹക്ക്. ശരിക്കും അവർക്ക് അവകാശപ്പെട്ടതാണ് അത് എന്നർത്ഥം. പിന്നെ ചിലപ്പോൾ ശിക്ഷ ലഘൂകരിക്കും. കാരണം എന്താ? എന്തെങ്കിലും പക്ഷാതാപമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കാലാന്തരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ അതിന് ഒഴിഞ്ഞു നിന്ന് പിന്നെ ഒരു പക്ഷാതപിക്കാനുള്ള ഇടം, ഒരു ജാഗ്രത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പം എന്തുണ്ടാവും? പിന്നെ പ്രതിഫലത്തിൻ്റെത് മാറ്റം വരും. അങ്ങനെയൊന്നുമില്ലാത്ത ഒരു അവസ്ഥക്കാണെന്ത് പറയാ? ദീനഹുമുൽ ഹക്ക്. അപ്പോൾ ആരോപണ പറഞ്ഞിട്ട് പക്ഷാതപിക്കാതെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രതിഫലം അള്ളാഹു, ആ തക്കതായ പ്രതിഫലം എന്നൊക്കെ പറയാം നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ, അവർക്ക് അർഹപ്പെട്ട പ്രതിഫലം അള്ളാഹു അവർക്ക് പൂർണ്ണമായി കൊടുക്കുന്നതാണ്. അതാണ് യൗമ ഇദിൻ യുവഫീഹിം അല്ലാഹു ദീനഹുൽ ഹക്ക്. പിന്നെ പറയാം വയഅലമൂന, എന്താ? ആ ദീനഹുമുൽ ഹക്ക് എന്ന് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ മറ്റൊരാൾക്ക് ആ പ്രതിഫലം അങ്ങനെ കൊടുക്കാനും കഴിയില്ല. മറ്റൊരാൾക്ക് ആ പ്രതിഫലം അങ്ങനെ ഒരു വിധി നടത്താനും സാധ്യമല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ദീനഹുമുൽ ഹക്ക് എന്ന് പറയാനുള്ള കാരണം എന്നും ചില മുഫസ്സിറുകൾ വിവരിച്ചതായി കാണാൻ സാധിക്കും. പിന്നെ പറയാം വയഅലമൂന, അവർ അറിയും, അവർ മനസ്സിലാക്കും. എന്ത്? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഹുവൽ ഹക്കുൽ മുബീൻ. ഹുവൽ ഹക്കുൽ മുബീൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വ്യക്തമായ സത്യമാണ്, ഹക്കാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ള. ഹക്കിന് എന്തൊക്കെ അർത്ഥമുള്ളത്? ഹക്കിൻ്റെ ഭാഷാർത്ഥം എന്താ? ഒരർത്ഥം നമ്മൾ നേരത്തെ പഠിച്ച്. ഇനി ഹക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, അതിനെന്തുണ്ടാവില്ല? മാറ്റം വരൂല, സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റം വരൂല, അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഹുവ ഷൈഉ സാബിത്ത് ലാ യതഗയ്യർന, അതിനാണ് ഹക്ക് എന്ന് ഭാഷയായിട്ട് പറയുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരില്ല, അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഹക്ക് എന്ന് പറയാന്ന. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു മാറ്റം വരാതെ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റീനൊക്കെ എന്ത് വരും? മാറ്റം വരും. മനുഷ്യൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യൻ എന്നൊരവസ്ഥയിലാണ് ആണോ? അല്ല, ഓരോ നിമിഷത്തിലും അവന് മാറ്റം വരും. എങ്ങനെ ഓരോ സെക്കൻഡിലും മാറ്റം വരുന്നത്? മനുഷ്യൻ്റെ സെല്ലുകൾ എന്താണ്? ധാരാളം സെല്ലുകളെ കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചുണ്ടാക്കിയത്. ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും ആ സെല്ലുകൾ ഇങ്ങനെ നശിക്കുന്നുണ്ട്, പുതിയത് ഉണ്ടാവുന്നുണ്ട്. കുറച്ചൊരു പ്രായമായാൽ പിന്നെ പുതിയ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ ആ സെല്ലുകൾ ഇങ്ങനെ നശിക്കും. ആ നശിക്കുമ്പോഴാണ് എൻ്റെ ഉച്ചയ്ക്ക് ചുക്കി ചുളി നിൽക്കുക, പിന്നെ വരൂല. ഇപ്പോൾ 10-40 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ഉഷാറുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ തക്കാളി പോലെ വെക്കണത്. മനസ്സിലാവുണ്ടോ? അതിൻ്റെ ഹിക്മത്ത് അതാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചുക്കി ചുളിഞ്ഞ് ഒക്കെ ആകെ അള്ളാൻ ആ സെല്ലുകൾ ഇങ്ങനെ നശിക്കും. അപ്പോൾ എന്തിനപ്പോൾ ഞാൻ പറഞ്ഞത്? മനുഷ്യൻ ഓരോ സെക്കൻഡിലും നിമിഷത്തിലും മണിക്കൂറിലും ദിവസത്തിലും ഒക്കെ എന്തുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. അവന് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഇത് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, അല്ലാഹ് അല്ലാത്ത എല്ലാ മഖ്ലൂക്കാത്തിനും എന്ത് വരുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അന്നല്ലാഹ ഹുവ, അവൻ തന്നെയാണ് അൽ ഹക്ക്,
സ്ഥിരമായി മാറ്റം വരാതെ നിൽക്കുന്ന ആ സത്യം അള്ളാഹു മാത്രമാണ് എന്ന് പറയാനുള്ള, അള്ളാഹ്ക്ക് ആ സിഫത്ത് അത് കൊടുക്കാനുള്ള, ആ നാമം കൊടുക്കാനുള്ള, ആ സിഫത്ത് നൽകാനുള്ള ആ കാരണം ഈ ആശയത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ എന്ത് വരും? മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മുഫസ്സിറുകൾ അതിന് കൊടുത്തിട്ടുള്ളത്. ഹുവ ശൈഉ സാബിത്ത് അല്ലദീ ലാ യതഗയ്യർ, മാറ്റം വരാത്ത ഒരു കാര്യം. പിന്നെ ഫകുല്ലുമാ അദല്ലാഹ തആല മുതഗയ്യർ, അള്ളാഹു അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഓരോ സിഫത്തും പരിപൂർണമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അള്ളാഹ് ആദിലാണ്, അള്ളാഹ് ഖാദിറാണ്, അള്ളാഹ് ഗഫൂറാണ്. ഇങ്ങനെയുള്ള അള്ളാഹിൻ്റെ സിഫത്തുകളൊക്കെ നിങ്ങൾ എടുത്താലും, അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ എടുത്താലും അതിൽ മാറ്റമല്ല. എന്നാൽ ഞാൻ റഹീമാണ്, ഞാൻ ആദിലാണ്, അയാൾ ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലോ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് അന്നല്ലാഹ, എന്തേ അവിടെ അള്ളാഹ എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം? അള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളും എല്ലാ നാമങ്ങളും ഏതിലുണ്ട്? അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും സിഫാത്തുകളും ആ പദത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാ. അതുകൊണ്ടാണ് അള്ളാഹു എന്നില്ല അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ യഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ എന്ന് അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. പിന്നെ ഒന്നുകൂടി ആലോചിച്ച് നോക്കി നിങ്ങൾ. അബൂലഹബിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടില്ലേ? അല്ലേ? എന്തേനി ആയത്ത്? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന് കണ്ടമാനം സമ്പത്തുണ്ടായിന്. ആ സമ്പത്തും അതൊന്നും അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, കത്തിജ്വലിക്കുന്ന ആ നരകത്തിൽ കത്തിയെരിയുകയും ചെയ്യും അബൂലഹബും ഭാര്യയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആലോചിക്കുക, അവിടെയൊക്കെ മനുഷ്യൻ്റെ ദുനിയാവിലെ ഒരു അവസ്ഥയല്ല എവിടെ ഉണ്ടാണത്? പരലോകത്ത്. അപ്പോൾ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തിലും എന്തു ചെയ്യും? മാറ്റം മനുഷ്യന് സംഭവിക്കും എന്നുള്ളതാണ് ആ ആയത്തും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വയഅലമൂന എന്നുള്ള പ്രത്യേകം എടുത്ത് പറയാം. ഇത്തരം ആളുകൾ അബൂലഹബിനെ പോലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണം പറയുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ, അത് ആ ആളുകൾ അറിയുക തന്നെ ചെയ്യും. വയഅലമൂന, അവർ അറിയുക തന്നെ ചെയ്യും. അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, വ്യക്തമായ സത്യമാണ് എന്ന് അവർക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ വെച്ച്? കൈകാലുകൾ സാക്ഷി നിൽക്കുന്ന, അവയവങ്ങൾ സാക്ഷി നിൽക്കുന്ന ആ ദിനമായ യൗമുൽ ഖിയാമയിൽ വെച്ചിട്ട് അവർക്ക് ശരിക്കുമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ കലാമ് മാറ്റം വരാത്ത കലാമാണ്, മനുഷ്യൻ്റെ കലാമാണ്. എന്ത് സംഭവിക്കുക? മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിനെ പറ്റി പറഞ്ഞ എല്ലാ സിഫാത്തുകളും എല്ലാ നാമങ്ങളും അത് മാറ്റം വരാത്തതാണ് എന്ന് അവിടെ വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞിട്ടുള്ള നരകം, സ്വർഗം അത് യാഥാർത്ഥ്യമാണ് എന്നവർക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അൽ ഹഖ് എന്നുള്ള പദപ്രയോഗം അള്ളാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തത് അൽ ഖബീസാത്തു ലിൽ ഖബീസീന. എന്താ അൽ ഖബീസാത്തു പറയുന്നത്? അൽ ഖബീസാത്തു എന്താ? നികൃഷ്ടമായവ അല്ലേ? ഖബീസ് പറഞ്ഞാൽ നികൃഷ്ടമായത്, ദുഷിച്ചത്. ശരിക്കും ഖബീസാത്ത് എന്താ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, അൽ ഖബീസാത്തു നികൃഷ്ടമായത് അല്ലെങ്കിൽ ദുഷിച്ചവ, ദുഷിച്ച സ്ത്രീകൾ. ലിൽ ഖബീസീന, ദുഷിച്ച ആണുങ്ങൾക്കുള്ളതാണ്. വൽ ഖബീസൂന, ദുഷിച്ച ആണുങ്ങൾ. ലിൽ ഖബീസാത്തി, ദുഷിച്ച നികൃഷ്ടമായ സ്ത്രീകൾക്കുള്ളതാണ്. വത്തൊയ്യിബാത്തു, നല്ലവരായ സ്ത്രീകൾ. ലിത്തൊയ്യിബീന, നല്ലവരായ ആണുങ്ങൾക്കുള്ളവരാണ്. വത്തൊയ്യിബൂന ലിത്തൊയ്യിബാത്തി, നല്ലവരായ ആണുങ്ങൾ
നല്ലവരായ സ്ത്രീകൾക്കുള്ളവരാണ്. ഉലായിക്ക മേൽ പറഞ്ഞ ആ നല്ലവരായ ആളുകൾ മുബർറഊന അവർ നിരപരാധികളാണ്, അല്ലെങ്കിൽ നിരപരാധിത്വം ലഭിച്ചവരാണ്. മിമ്മാ യഖൂലൂൻ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന്. ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനുണ്ട്, വരിദ്കും കരീം മാന്യമായ ഉപജീവനവും ഉണ്ട്. ഇവിടെ ഖബീസാത്ത് എന്നാണ് അല്ലാഹു തആല ആദ്യം തന്നെ തുടങ്ങിയത്, പെണ്ണിനെ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് പറയാം അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി. നികൃഷ്ടമായി എന്താ ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്ത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീബി, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയെ പറ്റിയുള്ള ആരോപണം. ആ ആരോപണം പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആദാബുകൾ, മുസ്ലിം ലോകത്ത് മുഹ്സനാത്തായ സ്ത്രീകളെ ആരോപണം പറയുന്നവർക്കുള്ള ശിക്ഷ, അത്തരം ആദാബുകൾ, അതൊക്കെ വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ അനുബന്ധമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീന. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന ആരോപണം നടത്തുക എന്നുള്ളത് അത് നികൃഷ്ടമായ പ്രവർത്തനമാണ്. അപ്പോൾ ഖബീസാത്ത് എന്നുള്ളത് 3 അർത്ഥമാണ് അതിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ളത്. 3 രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം. ഒന്ന്, അൽ ഖബീസാത്തു മിനൻ നിസാഇ ലിൽ ഖബീസീന മിനർ റിജാലി എന്നാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അർത്ഥം തന്നെ, സ്ത്രീകളിൽ നിന്ന് ദുഷിച്ചവരായ സ്ത്രീകൾ അത് പുരുഷന്മാരിൽ നിന്ന് ദുഷിച്ചവരായ ആളുകൾക്കുള്ളതാണ് ഒരർത്ഥം അത്. രണ്ടാമത്തെ ഒരർത്ഥം അൽ ഖബീസാത്തു മിനൽ അഅ്മാൽ, നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ അത് ലിൽ ഖബീസീന മിനന്നാസ്, ദുഷിച്ച ആളുകൾക്ക് അർഹപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരർത്ഥം അൽ ഖബീസാത്തു മിനൽ കലാം, നികൃഷ്ടമായ ദുഷിച്ച സംസാരം ലിൽ ഖബീസീന മിനന്നാസ്, അത് പിന്നെ നികൃഷ്ടമായ ജനങ്ങൾക്ക്, ആളുകൾക്ക് അർഹപ്പെട്ടവരാണ്. ഇത് 3 പറഞ്ഞ ഓരോ സഹാബിമാരുണ്ട്. മൂന്നാമത്തെ പറഞ്ഞ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റത് താബി മുജാഹിദ് അക്രിമ പോലുള്ള ആളുകളുടെയൊക്കെ വാക്കുകളാണ്. അപ്പോൾ ഈ ആശയമൊക്കെ ഏതിലുണ്ട്? അൽ ഖബീസാത്ത്. ഇവിടെ ഏറ്റവും ഫിറ്റാവാൻ ഏതായിരിക്കും നല്ലത്? ഇവിടെ ഇവരുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ആരുടെ ആരോപണം പറയുക, ഹദീസുൽ ഇഫ്ക് പറയുക എന്ന ആ പ്രവർത്തനം നടത്തിയ ആളുകളുണ്ടല്ലോ, അവരുടെ ആ പ്രവർത്തനം ആർക്ക് യോജിച്ചതാണ്? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ തയ്യിബൂനും തയ്യിബാത്തുമാണ്, അവർക്ക് യോജിച്ചതല്ല. മറിച്ച് അവരിൽപ്പെട്ട തന്നെ നികൃഷ്ടമായ ആളുകൾക്ക് യോജിച്ചതാണ് അവരുടെ ആ പ്രവർത്തനം എന്നതാണ് ഒരർത്ഥം. 2, ഇത്തരത്തിലുള്ള സംസാരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കുടുംബത്തോടും സഹാബത്തോടും പറയേണ്ട ഒരു കാര്യമല്ല, അത് അവർക്ക് യോജിച്ചതല്ല, അത് ഈ നികൃഷ്ടമായ ആളുകൾക്ക് യോജിച്ചതാണ് എന്ന അർത്ഥം. മൂന്നാമത്തെ ഒരർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞത്, നികൃഷ്ടമായ സ്ത്രീകൾ, നികൃഷ്ടമായ പുരുഷന്മാർ. അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ തഫ്സീറിലൊക്കെ ഇപ്പം അങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളെ ഒരല്പം ഭാഷ പഠിപ്പിക്കാനേ, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇനി കിട്ടുള്ളൂ. അറബി ഭാഷയിൽ 2 രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട്. ഒന്ന് ഖബരിയ, എന്താ പറയുക, ഖബരിയ. 2 ഇൻഷാഇയ. ഞങ്ങൾക്കൊക്കെ പറഞ്ഞു നിന്ന് തോന്നുന്നുണ്ട്. ഖബരിയ എന്ന് പറയുന്നത് എന്താ? ഒരു ഉദാഹരണം, എക്സാമ്പിൾ. ഖബരിയ ആർക്കറിയില്ല? അത്ര ചെയ്ത് നോക്ക്, അവിടെ എന്ത് കിട്ടും? എനിക്ക് ധന്യത കിട്ടും, അല്ലെങ്കിൽ ഉദ്ദേശിക്കണ ആ കാര്യം കിട്ടും. എന്താ ഇപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം? ഖബരിയ എന്ന് പറയുമ്പോൾ മുഹമ്മദ് യാത്ര പോയി എന്ന് പറയുമ്പോൾ പോയിന്നും പോയില്ലാന്നും, അഥവാ സിദ്ഖിനും
കെദിബിനും പറ്റുന്ന സെന്റൻസ് ആണ് ഏത്? ഖബറിയ എന്ന് പറയുന്നത്. ഇൻഷായിയ എന്ന് പറയുന്നതോ അത് കേൾക്കുമ്പം അത് കെദിബാണെന്നോ അത് സിദ്ക്കാണെന്നോ പറയാൻ പറ്റൂല. പിന്നെ ആ പുസ്തകം എടുക്ക്, അല്ലെങ്കിൽ ഒരു കൽപ്പന, അല്ലെങ്കിൽ അത് ചെയ്യരുത്, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണില്ലേ? അത്തരം ഇസ്തിഫാമ്, അമ്ര്, നഹി, റിക്വസ്റ്റ്, ആഗ്രഹിക്കുക അല്ലേ? അലാലൈത ശബാബു യഊദു യൗമൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കല്ലേ? ഒരു ദിവസം പിന്നെ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ, അതിനാണ് തമന്നി അറിയണത്. മടങ്ങി വരുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ്, ഇൻഷായിയിൽ പെട്ടതാണ്. ഇൻഷായിൻ്റെ പ്രത്യേകത അതിലെന്തുണ്ടാവില്ല, അത് സിദ്ക്കാണെന്നും കെദിബാണെന്നും പറയാൻ പറ്റൂല. പോയിന്നും പോയില്ല എന്നും പറയാൻ പറ്റുമോ? സാഫർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഓൻ പോയിനെന്ന് ഇയാൾക്ക് പറയാം, സൗക്കത്ത് പറയാം പോയിട്ടില്ല എന്നും പറയാം. രണ്ടും ചെയ്തൂടെ? രണ്ടിനും പറ്റണം. എന്നാൽ സാഫിർ ഇനി യാത്ര പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? സിദ്ക്കിന് അതിലും പറ്റുമോ? ഇല്ല. അപ്പം അതാണ് ഇൻഷായ. ഇനി നിങ്ങൾ തിരിച്ചു വരിക, അൽ ഖബീസാത്തു അത് ഏതിൽ പെട്ടതാണ്? ഖബരിയാണോ ഇൻഷായിയാണോ? അതിനപ്പം ഞാൻ പഠിപ്പിച്ചേ. ഏതിലെ പെട്ടതാ? എങ്ങനെയാ ഖബീസാത്തുൽ ഖബീസീന ഇൻഷായിൽ പെടുന്നത്? അൽ ഖബീസാത്തു എന്താ അർത്ഥം? നികൃഷ്ടമായ സ്ത്രീകൾ എന്നർത്ഥം വെക്കുക. ലിൽ ഖബീസീന നികൃഷ്ടമായ പുരുഷന്മാർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്താണത്? ഇത് പേനയാണ് എന്ന് പറയുമ്പോൾ എന്താ? ഖബരിയാണ്. നികൃഷ്ടമായ സ്ത്രീകൾ നികൃഷ്ടമായ പുരുഷന്മാർക്കുള്ളതാണ്, അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ഖബരിയാണ് അല്ലേ? മനസ്സിലാണ്ട് നിങ്ങൾക്ക് ഇത്? ഖബരിയാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത ഇതിനാണ് എന്താ പറയാ? ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കൽപ്പന, അല്ലെങ്കിൽ നിരോധം, ഇത്തരത്തിലുള്ള ഇതിനാണ് എന്താ പറയാ? ഇൻഷായിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ അതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അവിടെ അൽ ഖബീസാത്തുൽ ഖബീസീന ഇത് ശരിക്കും ഖബരിയാണല്ലോ, നിയമപ്രകാരം ഖബരിയല്ലേ? നികൃഷ്ടമായ സ്ത്രീകൾ, അല്ലെങ്കിൽ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ നികൃഷ്ടമായ ജനങ്ങൾക്കുള്ളതാണ് എന്തർത്ഥം പറഞ്ഞാലും. പിന്നെ വൽ ഖബീഥൂന ലിൽ ഖബീസാത്ത് അതും അതേപോലെ തന്നെ. പിന്നെ വത്തൊയ്യിബാത്തു ലിത്തൊയ്യിബീന അതൊക്കെ ഖബരിയാണ്. നമ്മൾ പഠിച്ച നിയമപ്രകാരം ഖബരിയാണ്. പക്ഷേ ഇവിടെ ഖബരിയല്ല. ഖബരിയായ സെന്റൻസ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഷായിയാണ്. എന്തുകൊണ്ടാണത്? ഖബരിയാണെങ്കിൽ നികൃഷ്ടമായ, ഇപ്പം ഫിറഔന്റെ ഭാര്യ ആരേനു? ആസിയ ബീവി ആരാ? അതിപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നുണ്ടോ? ഖുർആൻ പറയാ ഖബീസാത്ത് ഖബീസീങ്ങൾക്കുള്ളത് പിന്നുള്ളതാണ്, തൊയ്യിബാത്ത് തൊയ്യിബീങ്ങൾക്കുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ വന്നില്ലേ അല്ലേ? ഫിറഔനിൻ്റെ ഭാര്യ ഓപ്പോസിറ്റ് വന്നില്ലേ അല്ലേ? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും പിന്നെ ആരേനു? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും അവിടെ നേരെ ഓപ്പോസിറ്റ് വന്നില്ലേ? അപ്പം ഇത് യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നുണ്ടോ അൽ ഖബീസാത്തുൽ ഖബീസീന എന്ന് പറയുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. അതിനെതിരെ വന്നിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലേ? ഞാൻ ഭയങ്കര കള്ളുടി, എൻ്റെ പെണ്ണുങ്ങളോ ലുഹ പോലും നിസ്കരിക്കണ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അൽ ഖബീസാത്തുൽ ഖബീസീന എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തോട് തട്ടി നോക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റും വരാറുണ്ട്. അപ്പം പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അത് ഖബരിയല്ല, മറിച്ച് ഖബർ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഷാ ആണ്. എന്തിനാ അങ്ങനെ പറയണത്? ഔമാണം പഠിക്കാം. എന്തിനാ അപ്പം അങ്ങനെ പറയണത്? ഖബർ പറഞ്ഞുകൊണ്ട് ഇൻഷാ ഉദ്ദേശിക്കുന്നത് എന്തിനാ? അത് സാഹിത്യത്തിലെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഹറമ് പ്രവേശിച്ചാൽ എന്തേനി ആയത്ത്? വമൻ ദഖലഹു കാന ആമിന. എന്താ അർത്ഥം? വമൻ ആരെങ്കിലും ഒരാൾ അല്ലേ?
ദഖലഹു ആ ഹറമിൽ അവൻ പ്രവേശിച്ചു, കാന ആമിന അവൻ നിർഭയത്വമുള്ളവനായി, അവൻ അമ്നി കിട്ടിയെന്ന. അപ്പോൾ ഹറമിലവിടെ പ്രവേശിച്ച അമ്നി കിട്ടി എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം. ഹറമിൽ പ്രവേശിച്ച അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം ഹറമിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? ഒരിക്കൽ ഭയങ്കര ഫിത്തന ഉണ്ടായിട്ട് 5000 ആളുകളൊക്കെ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം തന്നെ ഒരുപാട് ആക്രമണങ്ങളും ഫിത്തനകളും കുഴപ്പങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ വമൻ ദഖലഹു കാന ആമിന എന്ന് പറയുന്നത്? ആ ഹറമിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിർഭയത്വനുള്ളായി എന്ന് പറയുന്നത് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പറഞ്ഞത് ചിലപ്പോൾ എന്തായിരിക്കും? ഖബരിയായിരിക്കും. ഉദ്ദേശിക്കണ എന്താണ്? ഇൻഷാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഹറമിലവിടെ പോയാൽ എനിക്ക് പിന്നെ അവിടെ നിർഭയത്വം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. നിങ്ങൾ ഹറമിലാണ് ഇരിക്കുന്നത്. ആ ഹറമിനെ പിന്നെ നിർഭയത്വത്തോടു കൂടി പരിപാലിക്കേണ്ടത് ജനങ്ങളെ നിങ്ങളുടെ കടമയാണ് എന്ന് അല്ലാഹു തആലയിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ അവിടെ നിർഭയത്വം കിട്ടും എന്ന ആശയമല്ല. മനസ്സിലാവുണ്ടോ? അതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ ഒന്നുക ഖബരിയാവും അല്ലെങ്കിൽ ഇൻഷായാവും. മൂന്നാമത്തൊരു വിഭാഗം ഉള്ളത് ഖബർ പറഞ്ഞുകൊണ്ട് ഇൻഷാ ഉദ്ദേശിക്കുന്നതും ഇൻഷാ പറഞ്ഞുകൊണ്ട് ഖബർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള 3 സെൻറ്റൻസുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ ഇതാണ് വമൻ പിന്നെ ദഖലഹു കാന ആമിന. അപ്പം അതിൻ്റെ ശരിക്കും അർത്ഥം എന്താ? ഓ യാ ഇബാദി, മുഫസ്സിറുകൾ അതിന് പറയുന്ന അർത്ഥം യാ ഇബാദി, എൻ്റെ അടിമകളെ, യംബഗി അൻ യകൂന ഹാദൽ ബൈത്തു ആമിന, ഈ വീട് നിർഭയം ആയിരിക്കൽ വളരെ അത്യാവശ്യമാണ്. വജ്അലു ആമിന, നിങ്ങൾ ആ വീടിനെ, ഈ മന്ദിരത്തെ നിങ്ങൾ നിർഭയത്വമുള്ളതാക്കണം. അൻതും ഖുലഫാഇ ഫിൽ അർദ്, നിങ്ങളാണ് ഈ ഭൂമിയിലെ ഖലീഫമാർ, പ്രതിനിധികൾ എന്ന് അല്ലാഹു തആല പറയുന്നത് പോലെയാണ് ഏത് പറഞ്ഞത്? വമൻ ദഖലഹു കാന ആമിന. അപ്പോൾ എന്തായി? ഉദ്ദേശം എന്താണ്? ഇൻഷായിയാണ് എന്ന്. ഇപ്പം ഇനിയിപ്പോൾ നമ്മളെ കഥയിലേക്ക് വരാം, നമ്മളെ ഭാഷയിലേക്ക് വരാം, നാടൻ ഭാഷയിലേക്ക്. എപ്പോഴാണ് നിങ്ങൾ ഇത്തരം സെൻറ്റൻസുകൾ പറയാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എപ്പോഴാണ് പറയാറുള്ളത്? ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു കുട്ടി കയറി വരാം, രാത്രി 10 മണി കഴിഞ്ഞിട്ട് കയറി വരിക. അപ്പോൾ വാപ്പ എന്താ പറയുക? 2 രൂപത്തിൽ പറയും അല്ലേ? 10 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയെടുത്തിട്ടടാ എന്നറിയും. രണ്ടാമത്തതോ മറ്റൊരു വാചകം എങ്ങനെ ആയിരിക്കും? യാ പുനയ്യ, മോനെ, ഇയാക്ക്, സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം. അന്ത്യനി ബഅദസ്സ അല്ലാശിറ, 10 മണിൻ്റെ ശേഷം ഇങ്ങോട്ട് വരുന്നത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാം. കാരണം എന്താ? ഇന്നീലൻ അഫ്താലക്കൽ ബാബ്, ഞാൻ ഗേറ്റ് തുറന്നു തരൂല എന്ന് നമ്മൾ പറയാമല്ലേ. മറ്റൊന്നോ, 10 എണീച്ചിട്ട് ഇങ്ങോട്ട് കയറി തന്നെ വരരുത്. 2 സെൻറ്റൻസും കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എന്താ ഇപ്പം നിങ്ങൾക്ക് അതിന് മനസ്സിലാവേണ്ടത്? ഒന്ന് ഖബറാണ്, രണ്ടാമത്തത് കയറി ഇങ്ങോട്ട് വരരുത് എന്ന് അറിയണത് എന്താ? ഇൻഷായിയാണ് അല്ലേ? മറ്റത് ഖബറുമാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയണത്? ഖബരിയായ സെൻറ്റൻസ് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്ത വരും. അതാണ് ഒരു പ്രത്യേകത. ഖബരിയായ സെൻറ്റൻസ് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഓപ്പോസിറ്റ് ചിന്ത വരും. എന്നാൽ ഇൻഷാഇയായ ജുംല കേൾക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് എന്ന സങ്കല്പം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അൽ ഖബീസാത്തു ലിൽ ഖബീസീന എന്ന് പറയും. അള്ള പറഞ്ഞത് നികൃഷ്ടമായവർക്ക് മാത്രമാണ്. എന്നാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂഹ് നബീൻ്റെയോ, അങ്ങനെയാണെങ്കിൽ ഫിരൗനിൻ്റെതോ, അത് നേരെ ഓപ്പോസിറ്റ് അല്ലേ? ആണ്ടോ? ഓപ്പോസിറ്റ് ചിന്ത വരും. ഏത് പറയുമ്പോൾ? ഖബരിയായ ജുംല പറയുമ്പോൾ. അപ്പോൾ ആ ഓപ്പോസിറ്റ് ചിന്ത വരാൻ ആണ് എന്ത് ഉപയോഗിക്കണത്? ഖബരിയായ ജുംല ഉപയോഗിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഉണ്ടോ? ആ ഓപ്പോസിറ്റ് ചിന്ത വരാനാണ് മഫ്ഹൂം മുഖാലിഫ് അങ്ങോട്ട് കിട്ടും. മഫ്ഹൂം മുഖാലിഫ് അങ്ങോട്ട് കിട്ടും. അത് കിട്ടുമ്പോഴെന്താണ്
നമ്മുടെ ചിന്ത പ്രവർത്തിക്കും. അതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ഓടും. നമ്മൾക്ക് സംശയമുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിട്ടുനിൽക്കും. അതിനാണ് എന്ത് പറയണത്? ഖബരിയായ ജുംല പറഞ്ഞുകൊണ്ട് തന്നെ ഉദ്ദേശം ഇൻഷാഇ ആവാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം അൽ ഖബീസാത്തുലിൽ ഖബീസീന എന്ന് പറയുമ്പോൾ ഒരർത്ഥം ഖബീസത്തായ സ്ത്രീ ഖബീസായ മനുഷ്യന് ആണിന് യോജിച്ചതാണ്. ഓനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു കാര്യത്തിലും എന്തുണ്ടാവും? ലോകത്തെ ഏതൊരു കാര്യത്തിലും ഒരു കോർവുണ്ടാവും. ആ കോർവയുടെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യം പോണത്. ആ കോർവയാണ് എവിടെ കാണുന്നത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീന വത്തയ്യിബാത്തു ലിത്തയ്യിബീന. നല്ലവർക്കുള്ളതാണ്, പിന്നെ നല്ല സ്ത്രീകൾക്കുള്ളതാണ്, നല്ലവരായ ആണുങ്ങൾ. ആ ഒരു കോർവ് അവിടെ ഉണ്ട്. ഒരു അല്ലേ, ചീത്തയായ ആളുകൾക്കുള്ളതാണ് ചീത്ത സ്ത്രീകൾ എന്ന ഒരു കോർവുണ്ട്. അത് നമ്മളെ ഇതും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ സ്വർണവും വെള്ളിയും ദീനാറും കുപ്പത്തൊട്ടിയിലാ തപ്പ പോയിടുവോ? പോയി നോക്കുവോ? ഇല്ല. കുപ്പത്തൊട്ടിയിൽ എന്തേ ഉണ്ടാവുള്ളൂ? വേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നികൃഷ്ടമായ കാര്യങ്ങൾ കുപ്പത്തൊട്ടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുപ്പത്തൊട്ടി തപ്പണവന് മനസ്സിലാവേണ്ടത് എന്താ? ഓൻ അതിൻ്റെ ആളാണ് അല്ലേ? എന്നാൽ നല്ലത് നോക്കണോനോ ആ കുപ്പത്തൊട്ടിയിലാ നോക്കുക? അല്ല, ഓൻ അതിൻ്റെ ആളല്ല. അപ്പോൾ അൽ ഖബീസാത്തു ലിൽ ഖബീസീന വത്തയ്യിബാത്തു ലിത്തയ്യിബീന എന്ന് പറഞ്ഞതിൽ ആ ഒരു കോർബ ഉണ്ട്. രണ്ടാമത്തൊരാശയം, ഖബീസത്തായ ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുകയും മോഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നത് ഖബീസായ ആണിനെ തന്നെയാണ് അല്ലേ? ഇപ്പം ഒരു നടൻ എപ്പോഴും ആഗ്രഹിക്കുക എന്താ? ആരെ കിട്ടാനാ? തന്നെയല്ലേ അല്ലേ? ഒരു ടീച്ചറാണെങ്കിൽ അതേ സ്റ്റേജിൽ ജോലി ചെയ്യണ ആളുകൾ. മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അതേ ഇതിൽ അതിനെതിരുണ്ടാവില്ലേ? ഉണ്ടാവും. ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണത് ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. മുശ്രിക്കത്തായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കണവരെ. എന്നിട്ട് ഖുർആൻ പറയണ നോക്കി നിങ്ങൾ, വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ. ഈ ബഹുദൈവ ആരാധകയായ സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഒരു വിശ്വാസിനിയായ അടിമ സ്ത്രീയാണ്. വലൗ അഅജബത്കും, ആ ബഹുദൈവ ആരാധന ചെയ്യുന്ന സ്ത്രീ നിങ്ങൾക്ക് എത്ര കൗതുകമുണ്ടാക്കിയാലും. പിന്നെ പറയാ വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. സമൂഹത്തോട് പറയാ അൽ മുശ്രിക്കീന, ബഹുദൈവാരാധകരായ ആളുകൾക്ക് ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ, ഒരു വിശ്വാസിയായ അടിമയാണ് ഒരു മുശ്രിക്കായ മനുഷ്യനേക്കാൾ ഉത്തമം. വലൗ അഅജബക്കും, ആ മുശ്രിക്കായ മനുഷ്യൻ നിങ്ങളിൽ എത്ര കൗതുകം ഉണ്ടാക്കിയാലും. ഉലായിക യദ്ഊന ഇലന്നാർ, ഈ കൂട്ടർ നിങ്ങളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദ്ഊ ഇലൽ ജന്ന, അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്കും വൽ മഗ്ഫിറ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ വിഷയം? മുശ്രിക്കത്തിന് യോജിച്ചത് മുശ്രിക്കായ ആണ് തന്നെ, മുശ്രിക്കിന് യോജിച്ചത് മുശ്രിക്കത്തായ സ്ത്രീ തന്നെ. അത് കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരർത്ഥം അൽ ഖബീസാത്തു, നികൃഷ്ടമായ വാക്കുകൾ അല്ലേ? പിന്നെ വേണ്ടാത്ത വാക്കുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുപ്പത്തൊട്ടിയിൽ നിന്ന് എന്തേ കിട്ടുള്ളൂ? വേസ്റ്റ് കൊട്ടയിൽ നിന്ന് എന്തേ കിട്ടുള്ളൂ? വേസ്റ്റ് എല്ലാവരും ഒഴിവാക്കുന്നതേ കിട്ടുള്ളൂ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ, അതാണ് അൽ ഖബീസാത്തു. നികൃഷ്ടമായ വാക്കുകളും പ്രവർത്തനങ്ങളും ആർക്കുള്ളതാണ്? ലിൽ ഖബീസീന, നികൃഷ്ടമായ ആളുകൾക്കുള്ളതാണ് എന്ന അർത്ഥമാണ് മറ്റ് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ആശയം, അപ്പോൾ ഇവിടെ പോയിട്ടുള്ളത് ബന്ധം എന്താ? ഹദീസുൽ ഇഫ്ക് പറഞ്ഞതിന് ശേഷമാണല്ലോ അല്ലാഹു തആല അതിൻ്റെ ആദാബുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ അല്ലാഹു തആല ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പത്നിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനൂൻ സഹാബത്തുമൊക്കെ
അത്യുന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും തയ്യിബായ മനുഷ്യന്മാരാണ്, അത്വയബായ മനുഷ്യന്മാരാണ്. അവർക്ക് നിങ്ങൾ ഈ പറയുന്ന ഈ ജൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് യോജിച്ചതല്ല എന്ന് അല്ലാഹു തആല നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തി, പിന്നെ ആരോപണം പറയാ, പിന്നെ ഇല്ലാത്തത് പറയാ, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ആ ദുരാരോപണം, അതൊന്നും ആർക്ക് യോജിച്ചതല്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യോജിച്ചതല്ല. വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത് എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാനുള്ള ഇത് ആ കാര്യമാണ്. പിന്നെ കർമ്മശാസ്ത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വിവാഹത്തിൻ്റെ പിന്നെ ബാബ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കുഫു വെക്കുക, അൽ കഫാഅത്ത് സൗജിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ബാബ് തന്നെ കാണാം. എന്താണ് അതിലുള്ളത്? അതിലെന്താ കഫാഅത്ത് സൗജിയ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ബാബന് അതിൽ പറയുന്ന പ്രത്യേകം കാര്യം എന്താ? ഈ കുഫുവിൻ്റെ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരാണാണോ ആ ആണിന് കുഫുവത്ത പെണ്ണ് തന്നെ വേണം, ഏതൊരു പെണ്ണാണോ ആ പെണ്ണിന് കുഫുവത്ത ആണ് വേണം എന്ന് ചർച്ച ചെയ്യാനാണ്. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ഇന്ന് നടക്കുന്ന വിവാഹം, ആണ് ചിലപ്പം ആഡംബര വാഹനമുള്ളവനാവും, ഓൻ്റെ കുടുംബം വലിയവനാവും അല്ലേ? പിന്നെ ഓൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ബോട്ടിൽ, കള്ളിൻ്റെ ബോട്ടിലൊക്കെ നിരത്തുന്നതാവും. പെണ്ണാണെങ്കിലോ ഒരു മുത്തക്കിയായ പാവം കുടുംബത്തിലെത്തും, അല്പം ഭംഗി ഉണ്ടാവും എന്ന് മാത്രം. ഇങ്ങനെയൊക്കെ വിവാഹം ചെയ്യാറില്ലേ? ഉണ്ട്. ഇതൊക്കെ നടുക്കെത്തുമ്പോൾ വഴിയോരത്ത് വിൽക്കുമ്പോൾ എന്തുണ്ടാവും? അത് പൊട്ടി പോകും, പലതും പൊട്ടാറ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സിനിമാ രംഗത്തുള്ളൊക്കെ വിവാഹം നോക്കിയാൽ നിങ്ങൾ എത്ര കാലം നീണ്ടിക്കലിൻ്റെയൊക്കെ വളരെ കുറവായിക്കാരം അല്ലേ? എപ്പോഴും ഗ്ലാസ് വീണ് പൊട്ടും പോലെ ഐറ്റൻ്റെ ജീവിതം എന്നും പൊട്ടിക്കൊണ്ടായിരിക്കും, എന്നും പൊട്ടും അല്ലേ? അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തുൻകഹുൽ മർഅത്തു, അതാ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞത്? ഭംഗിക്ക് വേണ്ടിയോ തറവാടിന് വേണ്ടിയോ അല്ല അങ്ങനെ വിവാഹം കഴിക്കാറുണ്ട്, അതല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ്? ഫൽഫർ ബിസാത്തിദ്ദീൻ എന്ന അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം പഠിപ്പിക്കാനുള്ള അത് തന്നെയാണ്. ഏത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത് എന്ന് പറഞ്ഞതിലുള്ള ആശയം അത് തന്നെയാണ് എന്നതാണ് മുഫസ്സിറുകൾ വിവരിക്കണം. ഇനി പിന്നെ ഒന്നുകൂടി ഖുബ്സ് ഖബസ് എന്നൊക്കെ പറയാറുണ്ട്. എന്തിനാണ് ശരിക്കും പറയുക? സാധാരണ മൃഗങ്ങളുടെയൊക്കെ കാഷ്ടത്തിന് എന്ത് പറയും? ഖബസ് എന്ന് പറയാറുണ്ടെന്നാ അല്ലേ? ഖബസ്. നമ്മൾ കക്കൂസ് പോയി എന്താ തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കൽ എന്താ? അല്ലാഹുമ്മ ഔദുബിക മിനൽ ഖബായിസ്. അവിടെ എന്താ? പിശാചാണ് അല്ലേ? ശരിക്കും അതിൻ്റെ അതെന്താ? ശരിക്കും എന്താ? അതിൻ്റെ അകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ നികൃഷ്ടമായ ഈ സ്ഥലവും അതേപോലെ തന്നെ ഈ പ്രവർത്തനവും ഈ പിന്നെ കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉദ്ദേശിക്കണത് കൊണ്ടാണ് ഹുബസ് എന്ന പേര് വരാനുള്ള, ഹുബസ് തിന്നണ ഹുബസ് അല്ല കേട്ടോ, ആ പേര് തന്നെ വരാനുള്ള കാരണം. ആ പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കും. ആധുനിക പിന്നെ അറബി ഭാഷയിൽ മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഏതിൽ പെടും? ഹുബസ് എന്ന പദത്തിൽ പെടുന്ന. ഇപ്പം ആധുനിക ഇൻ്റർനെറ്റ്, അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ആ ഉപകാരത്തെക്കാൾ കൂടുതൽ എന്തുണ്ട്? ആ അപകടവും ഉണ്ട് അല്ലേ? നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെ നിസ്കരിക്കാൻ പോവും? രാത്രിയോ പുതപ്പിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഒക്കെ ഉണ്ടാവും അല്ലേ? ഉപകാരമുണ്ട്, അതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ട്. ഇതോ ആധുനിക ടെക്നോളജി ഇങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് മനുഷ്യന് ഹുബസിലേക്കാണ് പോകണമെന്നാ, ഹുബസിലേക്കാണ് പോകുന്നത് അധികവും. വളരെ കുറച്ച് ആളുകളെ എന്തുള്ളൂ നേർമാർഗത്തിലൂടെ ചലിക്കണുള്ളൂ, ബാക്കിയൊക്കെ ഈ വേണ്ടാവൃത്തിയിലേക്കാണ് പോണത്. അതുകൊണ്ടാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, പിന്നെന്താ പറയുന്നത്? ബിമാ കസബത്ത് ഐദിൻ നാസ് എന്ന് അല്ലാഹു തആല പറയണ്ടല്ലോ. ജനങ്ങൾ ഉണ്ടാക്കിയ ടെക്നോളജി,
അവരുടെ കരങ്ങളുണ്ടാക്കിയ ടെക്നോളജി, അതുമൂലം തന്നെ ഭൂമുഖത്ത് എന്തുവരും? കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടും, പ്രകടമാകും. നമ്മൾ കാണുന്നത് പന്നതാ അല്ലേ? എന്തുകൊണ്ട് ഉമ്മനെ കുട്ടി കൊല്ലണമൊക്കെ കണ്ടില്ല നിങ്ങൾ അല്ലേ? ഇങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവം. വെറും കുട്ടി ഉമ്മനെ കൊല്ലണത് മാത്രമല്ല, ഏത് കാര്യം എടുത്താലും ഈ ടെക്നോളജിയുടെ വളർച്ച മൂലം മനുഷ്യൻ്റെ മനസ്സ് ആകെ നികൃഷ്ടമായി പോവുകയാണ്. ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ആ പദപ്രയോഗം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്നാ. പിന്നെ തെറ്റ് ചെയ്യണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻ എപ്പോഴും എന്തുണ്ടാവും? ദീനിനോട് ഒരു അലംഭാവം, ഒരു തസാഹുലുണ്ടാവും. അതന്നെയാണ് ഖുബ്സ് പ്രവർത്തിക്കുമ്പോഴും ഒരു മനുഷ്യരിൽ ആദ്യം ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? ഒരു 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 പിന്നെ ലാഘവത്വം ഉണ്ടാവും. ഒരു ഗൗരവമുള്ള കാര്യത്തെ ഗൗരവത്തോടു കൂടി കാണൂല എന്നാ മനഃശാസ്ത്ര മുഫസ്സിറുകൾ വിവരിക്കണം. എങ്ങനെയാണ്? ഒരു ഗൗരവമുള്ള കാര്യം നമ്മൾ കാണുമ്പോൾ ആ ഗൗരവത്തോടു കൂടി കാണൂല, മറിച്ചെന്താ ആക്കെ ഓർമ്മയോട് അതിനൊരു ലാഘവത്തോടു കൂടി കാണാം. ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യൻ്റെ മനസ്സിന് വരും എന്ന്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയും, നോക്കി നിങ്ങൾ, കുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, നികൃഷ്ടമായതും നല്ലതും ഒരിക്കലും സമമാവുകയില്ല. വലൗ അജബക കസറത്തുൽ ഖബീസ്, നികൃഷ്ടമായതിൻ്റെ ആധിക്യം അത് എത്ര നിന്നെ കൗതുകപ്പെടുത്തിയാലും, ആധുനിക ടെക്നോളജി നിങ്ങളെ എത്രമാത്രം അത്ഭുതപ്പെടുത്തിയാലും സത്യവും അസത്യവും തുല്യമാകുമോ? ഒരിക്കലും ഇല്ല. ആ ടെക്നോളജി ഒക്കെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും. എന്നിട്ട് അള്ളാഹ് പറയണെന്താ? ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം, ഇഹപര വിജയം ലഭിച്ചേക്കാം. അപ്പോൾ ഹബീസായ ഒരു കാര്യം മനുഷ്യൻ എന്ത് ചെയ്യും? ഈ നന്മയോട്, സത്യത്തോട് ഒരു അലംഭാവം ഉണ്ടാക്കും. അതുകൊണ്ടാണ് വിശ്വാസികളുടെ വിശ്വാസം മൃഗപ്പിടിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. വലാ തഹിനു വലാ തഹ്സനു, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ വഹിന് കാണിക്കാൻ. എന്താ വഹിന് പറഞ്ഞാൽ? എന്തായാലും മലയാളം വഹിന് എന്ന് പറഞ്ഞാൽ ശരിക്കും പദത്തിൻ്റെ അർത്ഥം എന്താ? ഒരു തരത്തിലുള്ള ക്ഷീണാണ്. എങ്ങനെ? ഈ പക്ഷികൾ തിന്നിട്ട് പിന്നെ പറക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ? പക്ഷികൾ ധാരാളം നെൽമണി തിന്നാൽ എന്ത് ചെയ്യും? അറ്റയ്ക്ക് പിന്നെ പറക്കാൻ കഴിയില്ല. ഇതേപോലെ മനുഷ്യന് വരുന്ന ഒരവസ്ഥയാണ്. ആധുനികമായ എല്ലാ സുഖസൗകര്യങ്ങളും ഇങ്ങോട്ട് കൂടുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യില്ല? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആ തെക്കുവ ശരിക്ക് വേണ്ടതുപോലെ കൊടുക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലരാവരുത്, അതേപോലെ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണത. അപ്പോൾ മനുഷ്യനെ ദുർബലനാക്കുന്ന, മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണിത് അൽ ഖബീസ് എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ് എന്ന് പറയുന്നത് അല്ലേ? മുൻ സമുദായത്തിൽപ്പെട്ട ജൂത ക്രിസ്തീയ വിഭാഗത്തിന് സംഭവിച്ചതും ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ പ്രവർത്തിച്ച ഒരു തിന്മയെപ്പറ്റി ജനങ്ങൾ അവരെന്ത് ചെയ്യില്ല? കൈപിടിച്ച് വെക്കാറുണ്ടായിരുന്നു, വിരോധിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഖബീസ് എന്ന് പറയുന്ന ഒരു ചിന്ത മനുഷ്യൻ്റെ ഇതിൽ കടന്നു കൂടുമ്പോൾ സത്യത്തോടുള്ള അലംഭാവം ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഈ ഒരു അവസ്ഥ നമുക്ക് വന്നു കൂടിയാൽ അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. അള്ളാഹ് സ്വീകരിക്കുന്നതേ ഉള്ളൂ നല്ലത് മാത്രമേ. ഇന്നല്ലാഹ ത്വയ്യിബുൻ, പിന്നെന്താണ്? ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കില്ല, ഖബീസായത് അള്ളാഹു സ്വീകരിക്കില്ല. അത് വിശ്വാസപരമായിട്ടും പ്രവർത്തനത്തിലും വാക്കിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട യാത്ര ചെയ്തു വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ അല്ലേ? അയാൾക്ക് എന്താ സംഭവിച്ചത്? അയാൾ നീണ്ട യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര അയാളുടെ പ്രാർത്ഥന ചിലപ്പോൾ സ്വീകരിക്കാൻ കാരണമാണ്. പക്ഷേ അയാൾ ഇട്ടെടുത്ത വസ്ത്രവും അയാളുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഹറാമിൻ്റെത്. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കും? അപ്പോൾ ഇവിടെ വില്ലനാരാ? ഖബീസാണ്. അപ്പം മനുഷ്യൻ്റെ ഈ ഖബീസായ വിശ്വാസം,
ഈ ഹബീസായ പ്രവർത്തനങ്ങൾ, ഈ ഹബീസായ വാക്കുകൾ, അല്ലേ? നമ്മളിപ്പോൾ ഓൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ അതന്നെ പ്രതീക്ഷിക്കേണ്ടേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത്? ഓൻ്റെ നാവിന്ന് അതേ വരൂ, അല്ലേ? അപ്പോൾ അത്തരം ഹബീസായ പ്രവർത്തനങ്ങളും വാക്കുകളും വിശ്വാസങ്ങളും ഉണ്ടായാൽ എന്ത് ചെയ്യില്ല? അള്ളാഹു തആല നമ്മളെ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല എന്നുള്ളത് മതി, അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കി. അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത് ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ ലഹും മഗ്ഫിറത്തും വരിസ്ഖുൻ കരീം. മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.